ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ എങ്ങാനും വന്ന് അവർ ഒളിഞ്ഞു നോക്കൂ. വന്ന് നോക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തോ രഹസ്യമുണ്ട്, അതൊന്നും അറിയണമല്ലോ. അവര് വരുമൊന്നുമില്ല വേണുവേട്ടാ. വേണുവേട്ട കാര്യം പറയേ. എടി, അമ്മയും മോളും തമ്മിൽ ഒന്നായി. അമ്മയും മോളും തമ്മിൽ ഒന്നായെന്നോ? എനിക്കത് മനസ്സിലാവുന്നില്ല വേണുവേട്ടാ. എന്റെ രാധ, ഋതുമോളും പത്മാവതി മാഡവും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയെന്ന്. അവരൊന്നായിന്ന്. ഞാൻ വ്യക്തമായിട്ട് പറയാം. അതൊക്കെ ആ അംബിക പറഞ്ഞു പറ്റിയ നുണകളായിരുന്നു. ഋതുമോളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി. അങ്ങനെ 10-20 കൊല്ലത്തെ വേർപാടിന് ശേഷം അമ്മയും മോളും തമ്മിൽ ഒന്നായി. എന്റെ ദൈവമേ, നിനക്ക് 1000 നന്ദി. എന്തായാലും ഒരു പാവ അമ്മയുടെ സങ്കടം നീ തീർത്തല്ലോ. ഓ, പണ്ട് റേഡിയോ വാർത്ത കേൾക്കുന്നത് പോലെ ആയല്ലോ. ഒരു മണ്ണാങ്കട്ടയും കേൾക്കുന്നില്ല. ആ, മറ്റേ സൈഡിലെ ജനല് തുറന്നു കിടക്കുക. ആ വഴി നോക്കാം. എന്റെ 2 പെൺകുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള വിഷമം എനിക്കറിയൂ വേണുവേട്ടാ. ഇതിപ്പോ 10-20 കൊല്ലമായില്ലേ ആ അമ്മ മകളെ കാണാൻ തലയുന്നു. സത്യത്തിൽ ആ പത്മാവതി മേഡം എത്ര ഒരുങ്ങി കാണും. അവരുടെ ജീവിതമല്ലേ ആ വൃത്തി കിട്ടിയവളെ തകർത്ത് കളഞ്ഞത്. എന്തുവാടി? ഒന്നുമില്ല അച്ഛാ, ഒരു പൂച്ച ഓടിച്ചതാ. ആ, മകളെയും മരുമകനെയും ആ അമ്മ ഉടനെ വിടില്ലായിരിക്കും. ഒരമ്മയുടെ കണ്ണീരിന് പരിഹാരം കാണാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു. സംഗതിയൊക്കെ ശരിയാ. പക്ഷേ പത്മാവതി മാഡവും ഋതുമോളും തമ്മിൽ ഒന്നിച്ച കാര്യം വർമ്മ സാറെങ്ങാനും അറിഞ്ഞ പണി പാളും. എന്റെ ദൈവമേ, ആ ജയന്റെ അമ്മ ഒരു കാരണവശാലും ഇതൊന്നും അറിയരുത്. അവരറിഞ്ഞ ആ അമ്പിയേക്ക് ചോർത്തി കൊടുക്കും. അവരെങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കണം. അതെന്തോ ആവട്ടെ, ഒരു നല്ല വാർത്ത കേട്ടു വേണുവേട്ടാ. എനിക്ക് സന്തോഷമായി. അകലേ നോവിനാലേ